നമസ്കാരം. ടോപ്പറിന്റെ പുതിയ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ള സബ്ജക്റ്റോ ഒന്നുമല്ല. ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പലവരും കമന്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. LDCയുടെ 2020 വരാനിരിക്കുന്ന LDCയുടെ ഡീറ്റെയിൽ സിലബസ് വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യം ഞാനത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ സിലബസ് നിങ്ങൾക്ക് തരികയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് പുതിയ കുട്ടികൾക്ക് PSC ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ബിഗിനേഴ്സിന് PSC ബിഗിനേഴ്സിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഈ ക്ലാസ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇനിയും അറിയാത്തവരുണ്ടാവും LDCയിലെ വരാനിരിക്കുന്ന LDCയിലെ ഡീറ്റെയിൽ സിലബസ് ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ അവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അത് PSCക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നേടുവാനും ആ ഗ്രൂപ്പ് നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. ടോപ്പർ മൈ ഡ്രീം ജോബ് എന്നാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പേര്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകളൊക്കെ എപ്പോഴെപ്പോഴും എന്തെങ്കിലുമൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അതിൽ നല്ല ഒരു അറിവ് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് ഡീറ്റെയിൽ സിലബസിലേക്ക് നമുക്ക് കടക്കാം. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ. അപ്പോ LDCയിലെ നമുക്ക് മാത്തമാറ്റിക്സിലേക്ക് കടക്കാം. 20 മാർക്കിന്റെ കണക്കാണ് LDCയിൽ വരുന്നത്. അതില് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നുള്ളതായിട്ടാണ് വരുന്നത്. അപ്പോൾ മാത്സിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. നമ്പർ സിസ്റ്റം ആൻഡ് ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. പിന്നെ പെർസെന്റേജസും ആവറേജസും വരാറുണ്ട്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പെർസെന്റേജും ആവറേജസും വരാറുണ്ട്. അറിയാലോ പെർസെന്റേജ് എന്താണ്, ശതമാനം. അതുപോലെ തന്നെ ആവറേജ് എന്താണെന്ന് അറിയാലോ, ശരാശരി. അപ്പോ അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടക്കണക്കുകളും, അതുപോലെ തന്നെ കൂട്ടുപലിശയും സാധാരണ പലിശയും വരാറുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. അതുപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. അതുപോലെ വോളിയം, ഏരിയ, ടോട്ടൽ സർഫേസ് ഏരിയ, ലോ ഓഫ് എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ ലോ ഓഫ് എക്സ്പോണൻസ്. പിന്നെ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻസ്. ഇതാണ് അരിത്തമെറ്റിക് അല്ലെങ്കിൽ കണക്കില് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെന്റൽ എബിലിറ്റിയിലേക്ക് കടക്കാം. ഞാൻ ബോർഡ് ഉപയോഗിക്കാത്തത് സിലബസ് കൂടുതലുള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾ ചാപ്റ്റർ വൈസ് വർക്ക് ചെയ്യുക കേട്ടോ. ദെൻ മെന്റൽ എബിലിറ്റിയിൽ വരുന്നത് സീരീസ്, 0, 1, 2 അങ്ങനെയൊക്കെ വരാറില്ലേ, അങ്ങനെയുള്ള സീരീസ്, നമ്പർ സീരീസുകള്. പിന്നെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, അതായത് കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഇടയില് സ്റ്റാറുകളൊക്കെ ഇട്ടിട്ട് പ്ലസ് എന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, മൈനസ് എന്നത് ഡിവിഷൻ ആണെങ്കിൽ ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കുകൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ, ആ ഒരു ടൈപ്പ് കണക്ക് വരുന്നതാണ് ഈ പറഞ്ഞ സയൻസിൽ വരുന്നത്. സയൻസ് മീൻസ് മാത്തമാറ്റിക്കൽ സയൻസ്, സിമ്പിൾസ് കേട്ടോ. ഇനി വേർഡ് അനലോളജി, അതുപോലെ ആൽഫബറ്റ് അനലോളജി, നമ്പർ അനലോളജി. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് ABCD വെച്ചിട്ടുള്ള കണക്കുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ കാര്യത്തില് അനലോളജിയിൽ വരുന്നത്. അതുപോലെ ഓഡ് മാൻ ഔട്ട്, എന്തെങ്കിലും നമ്പറോ ഈവൻ നമ്പറോ ഓഡ് നമ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗസംഖ്യകളോ അല്ലെങ്കിൽ കൃത്യങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും കുറച്ച് സംഖ്യകൾ തന്നിട്ട് അതിൽ നിന്നും ഒറ്റയാനെ പുറത്താക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളും ഓഡ് മാൻ ഔട്ട്, അത് ഈ മെന്റൽ എബിലിറ്റിയിലാണ് വരുന്നത്. അതുപോലെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആൻഡ് ഫാമിലി റിലേഷനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതുപോലെ ഫാമിലി റിലേഷൻ അറിയാവുന്ന രക്തബന്ധങ്ങൾ, ഇത് അച്ഛനും രാമുവിന്റെ ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ട്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ വടക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, ദെൻ തെക്കോട്ട് നടന്നു, വലത്തോട്ട് നോക്കി, അവസാനം അയാൾ ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്ന് നോക്കുന്ന പോയിന്റ് ഏതാണ് അല്ലെങ്കിൽ ഏത് ഡിറക്ഷനിലാണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് വരുന്നത്. അതെ. ദെൻ ടൈം ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ടൈംസിലെ, അതായത് നിങ്ങൾ ഒരു 11:10 ആണ് ഇപ്പോൾ സമയമെങ്കിൽ അത് മിററിൽ നോക്കിയാൽ എത്രയായിരിക്കും?
ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞേട്ടെ. അല്ലെങ്കിൽ ഒരു 8:40 ആണ് സമയമെങ്കിൽ 8:40 AM ആണ്, നിങ്ങൾ അത് ഒരു കണ്ണാടിയിൽ നോക്കിയാൽ ആ സമയം എത്രയാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ മെന്റൽ എബിലിറ്റിയിലെ ടൈമിൽ വരുന്നത്. ആൻഡ് ആംഗിൾസും വരുന്നുണ്ട്. ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 2 മണി മുതൽ 3 മണി വരെ എത്ര ആംഗിൾ ആയിരിക്കും, ഓക്കെ, അതിന്റെ സൂചികൾ തമ്മിലുള്ള ആംഗിൾസ് എത്രയായിരിക്കും, അതിന്റെ ഡിഫറൻസ്, അതെല്ലാം ഈ ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അടുത്തത് ഡേറ്റ് ആൻഡ് കലണ്ടർ. ഡേറ്റ് ആൻഡ് കലണ്ടർ എന്ന് പറയുമ്പോൾ അറിയാലോ, തീയതി ആൻഡ് കലണ്ടർ കണക്കുകളൊക്കെ ഇല്ലേ, കലണ്ടർ കണക്ക് 2018 ഇത്രാം തീയതി എത്ര ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന കാര്യങ്ങൾ അത് ഇതിലായിരിക്കും വരുന്നത്. ആൻഡ് ക്ലറിക്കൽ അബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സീരീസുകളൊക്കെ തന്നിട്ട് അത് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചറൈസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഇതാണ് ഇത് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ അബിലിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നത് കേട്ടോ. രണ്ടാമത് പറയുന്നില്ല, വീഡിയോന്റെ നീട്ടം കൂടും, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടിയിട്ട് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടോപ്പിക് വൈസ് തന്നെ പഠിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിലേക്ക് എന്തായിരിക്കും നോക്കാം. ജനറൽ നോളജിൽ മെയിൻ ആയിട്ട് പറയുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ കേരള, ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് കേരള ജോഗ്രഫി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള, അതായത് ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള, കേരളത്തിന്റെ ജോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് ഇൻഡസ്ട്രീസ്, കേരളവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും, അതാണ് ബേസിക് ഫാക്ട്സ്, അടിസ്ഥാന വിവരങ്ങൾ എല്ലാം തന്നെ അതിൽ പെടും. പിന്നെ റിവർ സിസ്റ്റം, അതുപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസുകളെ, നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ, അതുപോലെ കേരളത്തിലുള്ള കാര്യങ്ങൾ കേട്ടോ. റിവേഴ്സ് കേരളത്തിന്റെ, ഇന്ത്യയുടെ, മൗണ്ടൻസും അതുപോലെ തന്നെ. പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, എല്ലാ സ്റ്റേറ്റ്സ് ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോവുക. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സൈഡ്, നമ്മുടെ കേരള സൈഡിലുള്ള കുറച്ച് 3-4 സ്റ്റേറ്റ്സുകൾ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഇപ്പോൾ ജമ്മു കാശ്മീർ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ജമ്മു കാശ്മീരും അതുപോലെ തന്നെ പിന്നെ ന്യൂഡൽഹിയുമായി ബന്ധപ്പെട്ട് പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കാം. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് മിഡീവിയൽ ഇന്ത്യയാണ്. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എല്ലാത്തിലും കണ്ടുവരുന്ന കാര്യമാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളും നോക്കുക കേട്ടോ. പിന്നെ 5 ഇയർ പ്ലാൻസ് ഉണ്ടല്ലോ, 5 ഇയർ പ്ലാൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൊത്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. 5 ഇയർ പ്ലാൻസിന്റെ ലക്ഷ്യം പഠിക്കുക, വർഷം പഠിക്കുക, ആ സമയത്ത് ഗവൺമെന്റ് പഠിക്കുക. ഇനി ആ സമയത്ത് എന്തെങ്കിലും ഡ്രോപ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് വരാറുണ്ട്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ഡിഫറെന്റ് സ്കീംസ് ഉണ്ടല്ലോ, ഇപ്പൊ സ്കീംസുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പോൺസേഡ് സ്കീംസ് ഒക്കെ ഇല്ലേ, ആ സ്കീംസുകൾ ഒന്ന് നോക്കിയേക്കാം കേട്ടോ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് എല്ലാം, SC ST ആൻഡ് കമ്മീഷൻസ്, അതുപോലെ വിമൻ പ്രൊട്ടക്ഷൻസ്, OBC കമ്മീഷൻ, അങ്ങനെയുള്ള എല്ലാ കമ്മീഷൻസുകളും നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം. കമ്മീഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അത് ലോഞ്ച്, അതായത് അത് വന്ന വർഷവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതിന്റെ ലീഡർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ഒക്കെ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആദ്യത്തേത് പ്രസിഡന്റ്, ഈ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് ഇപ്പൊ പറയുമ്പോൾ, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ 2019 നിൽക്കുന്നത്. ഇപ്പൊ ഏകദേശം 2020 LDC എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് 2019 കാര്യങ്ങൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2020 ആ സമയത്ത് വരുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ മതി. അതായത് 2018, 2017 ആ വർഷത്തിലേക്ക് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ആഴ്ന്നു പഠിക്കേണ്ട ആവശ്യമില്ല. 2019 നല്ല ക്ലിയർ ആയി പഠിക്കുക. പിന്നെ 2018 പറയാനുള്ളത് ജൂലൈ തുടങ്ങിയുള്ള ആ ഒരു 7ാമത്തെ മാസം തുടങ്ങിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയേക്കാം. അവസാന മാസങ്ങൾ, അതായത് 2018 അവസാന മാസങ്ങളിൽ നടന്നതായ കാര്യങ്ങൾ നോക്കുക. 2019 കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക. LDC എക്സാം 2020 മന്ത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ആ മന്ത് ഏത് എക്സാം ആണോ ആ എക്സാമിന് ഒരു 4 മാസം മുന്നേ ഉള്ള കാര്യങ്ങളും കൂടെ നോക്കിയേക്കണം. ഓക്കെ, അതായിരിക്കും കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. പിന്നെ പൊളിറ്റിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു, എക്കണോമിക്സ് ഒക്കെ നമ്മളത് കംപ്ലീറ്റ് നോക്കണം, സയൻസ് നോക്കണം, അത്
വിടാൻ പറ്റില്ല. അത് ഏത് ഏരിയയിൽ നിന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ലിറ്ററേച്ചേഴ്സും നോക്കണം. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് മലയാളത്തിൻ്റെതായിട്ടുള്ള അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ. മലയാളത്തിന്റെ കൃതികളൊക്കെ തന്നിട്ട് ചോദിച്ചാൽ പിന്നെ പാടാത്. എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനറൽ സയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ജനറൽ സയൻസിൽ കുറച്ച് ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് വരുന്നത് ഒന്ന് ഹ്യൂമൻ ഓർഗാൻസ്. ഓക്കെ, ഹ്യൂമൻ ഓർഗാൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വലിച്ചു വാരി അങ്ങോട്ട് പഠിക്കുകയൊന്നും വേണ്ട. വൈറ്റമിൻസ് ആൻഡ് ഡിസീസസ് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും വിറ്റാമിൻ തന്നിട്ടോ ഇത് അല്ലെങ്കിൽ ഡിസീസ് തന്നിട്ട് ഏതിന്റെ ഡെഫിഷ്യൻസി മൂലമാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ വിറ്റാമിൻ ആൻഡ് ഡിസീസ് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസീസസ് എന്തിനെ ബാധിക്കുന്നു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ സ്കീംസ് ഇൻ കേരള, ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ സ്കീംസ് ഇൻ കേരള അത് ചോദിക്കും. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ക്രോപ്സ്, അതുപോലെ ഇന്ത്യയുടെ മെയിൻ ഇമ്പോർട്ടന്റ് ക്രോപ്സുകളൊക്കെ നോക്കുക. പിന്നെ ഫോറസ്റ്റ് റിസോഴ്സസ് ഇന്ത്യ ആൻഡ് കേരള നോക്കണം കേട്ടോ. ഇന്ത്യയുടെ ഒന്നും വിടാൻ നിൽക്കണ്ട. എൻവയൺമെന്റ് ആൻഡ് പൊല്യൂഷൻ അത് നോക്കണം. പിന്നെ കെമിസ്ട്രിയിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആറ്റം ആൻഡ് ഇറ്റ് സ്ട്രക്ചേഴ്സ്, ആറ്റവും അതിന്റെ ഘടനയും നോക്കണം. പിന്നെ ഓസ് ആൻഡ് മിനറൽസ് നോക്കണം. ഓക്കെ, പിന്നെ എലമെന്റും അതിന്റെ ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്കണം. പിന്നെ കെമിസ്ട്രി ആൻഡ് എവറിഡേ ലൈഫ്, അതായത് കെമിസ്ട്രി എന്താണ് ഇൻ ഡെയിലി ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക് ഉണ്ടാവും. നമ്മൾ റാങ്ക് ഫയൽ നോക്കിയാൽ മതി, അതിനകത്ത് ഉണ്ടാവും. ഇങ്ങനെ തന്നെ ഈ ഹെഡിങ്ങോടെ തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. ഇൻ ഡെയിലി ലൈഫ് എന്നാണ്, കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്നാണെന്നാണ് എന്റെ ഓർമ്മ. റാങ്ക് ഫയൽ അങ്ങനെ തന്നെ ഉണ്ട്. അതുപോലെ വർക്ക് ആൻഡ് എനർജി, പവർ, ഇലക്ട്രിസിറ്റി. പിന്നെ അത് ഫിസിക്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, വർക്ക് ആൻഡ് എനർജി, പവർ, ഇലക്ട്രിസിറ്റി. പിന്നെ കുറച്ച് ലൈറ്റ്, സൗണ്ട്, സോളാർ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ സയൻസിൽ വരുന്നത്. ഇനി നിങ്ങൾ ജനറൽ ഇംഗ്ലീഷിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വേഗം പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ രണ്ടാമത് കണ്ടാൽ മതി കേട്ടോ. അപ്പം ജനറൽ ഇംഗ്ലീഷ് ആണ്. ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഓക്കെ, ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് സെന്റൻസസ്. ഒന്നല്ലെങ്കിൽ സെന്റൻസ് തരും, കുറച്ചൊരു 4 ഓപ്ഷനിൽ സെന്റൻസ് തന്നിട്ട് പറയും ഇതില് കോമ്പൗണ്ട് സെന്റൻസ് ഏതാണ് അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ വെറൈറ്റി ഓഫ് സെന്റൻസ് ഉണ്ട്, ഡിഫറെന്റ് സെന്റൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ഡിഫറെന്റ് സെന്റൻസ് നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരാറുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് അറിയാലോ. പിന്നെ എന്താണ് എഗ്രിമെന്റ്, വേർബ് ആൻഡ് സബ്ജക്റ്റ്, നിങ്ങൾ കോൺകോഡ് പഠിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്, അപ്പൊ നിങ്ങൾ ഇത് കാര്യം പഠിക്കുക. അഡ്ജക്റ്റീവ്സ്, ആഡ്വേർ, അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ആഡ്വേർബ് വരുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾസ് എന്തായാലും നോക്കണം. ആർട്ടിക്കിൾസ് എല്ലാ അതായത് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. പിന്നെ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്. ഓക്കെ, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബുകൾ ഉണ്ടല്ലോ. പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബുകളുടെ ഉപയോഗങ്ങൾ അത് നോക്കണം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ടാഗ്. പിന്നെ ഇൻഫിനിറ്റ് ആൻഡ് ജെറണ്ടുകൾ ഇത് നോക്കുക. പിന്നെ ടെൻസ്, പിന്നെ കണ്ടീഷണൽ ടെൻസസ് നോക്കണം കേട്ടോ. ടെൻസസ് ഇൻ കണ്ടീഷണൽ ടെൻസസ്, ആഡ്വർബ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വർബ്, പ്രിപ്പോസിഷൻസ്. പിന്നെ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അതുപോലെ കറക്ഷൻ ഓഫ് സെന്റൻസസ്, എന്തെങ്കിലും പ്രോബ്ലംസ് സെന്റൻസിൽ തന്നിട്ട് അതെന്താണ് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോ ആ കാര്യങ്ങളും കൂടി നോക്കുക. പിന്നെ സിംഗുലർ ആൻഡ് പ്ലൂരൽ, പിന്നെ ചേഞ്ച് ഓഫ് ജെൻഡർ, അതായത് സിംഗുലർ, പ്ലൂരൽ, ജെൻഡർ. പിന്നെ കുഞ്ഞുങ്ങളില്ലേ, അതിന്റെ കുഞ്ഞുങ്ങള്, പിന്നെ മൃഗങ്ങളുടെ കരച്ചിലുകള്, അതൊക്കെ ഒന്ന് നോക്കിയാട്ടോ. പിന്നെ കളക്റ്റീവ് നൗൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പ്രിഫിക്സ്, സഫിക്സിന്റെ യൂസസ് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ സിനോണിയംസ്, ആന്റോണിയംസ്, ഫ്രേസൽ വെർബ്സ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ നീണ്ടു നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സുകൾ നോക്കണം. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്.
പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ്, സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെല്ലിംഗ് ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇഡിയംസ് ആൻഡ് മീനിങ്സ്, ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. പിന്നെ മലയാളം നോക്കിയാലോ. ഇനി മലയാളത്തിലൂടെ നോക്കാം. മലയാളത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്സ്. അതായത് നൗൺ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ്? നാമങ്ങള്, ക്രിയകള്, ക്രിയാവിശേഷണം, നാമവിശേഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ വാക്യങ്ങള്, പിന്നെ വേർഡ് കറക്ഷൻ. അതായത് നമുക്ക് കുറച്ച് വേർഡ് മലയാളത്തിൽ വേർഡ് തന്നിട്ട് 4 ഓപ്ഷനിൽ വേർഡ് തന്നിട്ട് ശരിയായത് ഏത്, അങ്ങനെയുള്ള ഒരു സംഭവം വരും. അതുപോലെ തന്നെ ഒരൊറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള കാര്യം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനോണിയംസ് ആൻഡ് ആന്റോണിയംസ്, അതായത് പര്യായ പദങ്ങളും അതുപോലെ തന്നെ വിപരീത പദങ്ങളും മലയാളത്തിൽ വരാറുണ്ട്. പിന്നെ എന്താണ് ലിറ്ററേച്ചർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മലയാളത്തിലേക്ക് ലിറ്ററേച്ചർ പറഞ്ഞപ്പോൾ ഓൾറെഡി മലയാളത്തിലെ കഥകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതൊന്ന് നോക്കുക. പിന്നെ ട്രാൻസ്ലേഷൻസ് വരും. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള കാര്യം തന്നിട്ട് അത് മലയാളത്തിലെ അർത്ഥത്തിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളെ ട്രാൻസ്ലേഷൻസ് വരും. ഇതാണ് നമ്മുടെ LDCയിലെ ഇപ്പൊ 2020 ഉള്ള ഡീറ്റെയിൽ സിലബസ് ഇതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതിലേക്കൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഏത് രീതിയിലേക്കും നിങ്ങൾക്ക് ഉത്തരം ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് തന്നിരിക്കും, റിപ്ലൈ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ PDF ഫയല് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അതിൽ PDF ഫയല് തരുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, റാങ്കുകൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കുക. ഇനിയും നല്ല നീണ്ടു നിവർന്ന സമയം കിടക്കാണ്. VO അടുത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ LDC കിടക്കുന്നുണ്ട്. LDCക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരും LDC വിടാതെ തന്നെ കുത്തിയിരുന്ന് പഠിക്കുക. വീട്ടിലിരുന്നായാലും നമുക്ക് കിട്ടുമെന്നേ. അപ്പൊ നമ്മ വീട്ടിലിരുന്ന് തന്നെ അങ്ങോട്ട് പഠിച്ചേക്കാം. ഒരു സെന്ററിൽ പോണോന്ന് അങ്ങനെയൊന്നൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന സമയം എന്ത് ചെയ്യുക, നമ്മളത് വിനിയോഗിക്കുക. നമുക്ക് കുറച്ച് സമയം കിട്ടും, അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ച് പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എത്തട്ടെ, നല്ല ഒരു റാങ്ക് കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ബൈ പറയാൻ ടൈമായി. സോ വീഡിയോ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അടുത്ത ദിവസം ഞാൻ നല്ല ഒരു പുതിയ അറിവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ.